ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഗോതമ്പ് ചോറുണ്ടാക്കി. അതായത് നമ്മൾ പഴയ കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഗോതമ്പ് ചോറുണ്ടല്ലോ, അത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. അപ്പോഴേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് എടുത്തിട്ട് ഒരു 3-4 മണിക്കൂർ പുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം കേട്ടോ പുതിർത്താൻ വെച്ച് അതിന് ശേഷം ഞാൻ ഇങ്ങനെ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. പണ്ടൊക്കെ അത് ഉരലിലിട്ടിട്ടൊക്കെ ഇടിക്കലാവില്ലേ, എന്നിട്ട് ഇങ്ങനെ മുറത്തിലിട്ട് ചേറിയിട്ട് അതിൻ്റെ ഉമ്മിയൊക്കെ പോക്കലാണ്. ഇപ്പം അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം കഴുകുകയാണ് കേട്ടോ. ഫസ്റ്റിൽ കഴുകിയിട്ടാണ് പുതിർത്തി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് അതിന് ശേഷം ക്രഷ് ചെയ്ത് അതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് ആ ഉമിവെള്ളമാണ് ഈ അരിച്ചെടുക്കുന്നത്. നമുക്ക് അത് വേവിക്കാൻ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പം ഞാനത് കഴുകിയതിന് ശേഷം അതിങ്ങനെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉമികളൊക്കെ ആ അരിപ്പയിലാവുമല്ലോ. എന്നിട്ട് ആ വെള്ളം അവിടെ മാറ്റി വെക്കുക. ഞാൻ 3-4 തവണ കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ അപ്പം നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുത്താൽ മതി. പിന്നെ പണ്ട് കഴുകലൊന്നുമല്ല, പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മയൊക്കെ കാട്ടുന്നത് ഇങ്ങനെ ഉരലിലിട്ട് തലേ ദിവസമേ ഇങ്ങനെ കുത്തിയിട്ട് അതിൻ്റെ ഉമികളൊക്കെ ചേറി ഒഴിവാക്കിയിട്ട് പിന്നെ കഴുകും തോന്നുന്നു. അങ്ങനെ തലേ ദിവസമേ അത് വേവിക്കാനായിട്ട് വെക്കുമല്ലോ അല്ലേ. ഇപ്പം പിന്നെ കുക്കറൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ അരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കാൻ കേട്ടോ. 4 തവണ കഴുകിയപ്പോഴത്തേന് തന്നെ ഒരു ഡവറയും വേറൊരു ഡവറയൊക്കെ വെള്ളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ എന്താ ചെയ്തത് വെച്ചാൽ നമ്മൾ കുക്കർ എടുത്തിട്ട് കുക്കറിലോട്ട് ഇട്ടിട്ട് വേവിക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ കുക്കറിൽ ആണല്ലോ നമ്മളിപ്പം വേവിക്കുക. പണ്ടൊക്കെ കുക്കറൊന്നുമല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും കഴിക്കാത്ത മക്കളാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. ഗോതമ്പ് നല്ല സാധനമാണല്ലോ. അപ്പം എൻ്റെ മക്കളൊന്നും പൊതുവേ ഈ ചപ്പാത്തി അങ്ങനത്തെ സംഭവത്തിന് വലിയ ഇഷ്ടമില്ല കേട്ടോ ഗോതമ്പിൻ്റെ ഒന്നും. അപ്പം ഞാനിങ്ങനെ ചെയ്തപ്പം കുഴപ്പമില്ല, കുറച്ചൊക്കെ തിന്നണം. പക്ഷെ അവരാദ്യമായിട്ട് കാണുകയാണ് ഈ ഒരു സാധനം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പൊലിവുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഈ കുക്കറിലിട്ടിട്ട് പിന്നെ ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ആ വെള്ളം നമ്മൾ മാറ്റിയേക്കാൻ മറന്നിക്കുകയാണെങ്കിൽ നമ്മൾ സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് നല്ല വെള്ളം വേണം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഞാനിത് വേവിച്ചതിന് ശേഷം പിന്നെ വേവാത്ത പോലെ ആയിട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചൊക്കെ ചെയ്തത്. കാരണം ഇതിങ്ങനെ ഈ വിസിലും കുക്കറും കൂടി ആകുമ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോകുന്ന സമയത്ത് തന്നെ ഒക്കെ കുറേ പുറത്തേക്കും പോകുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ കുക്കറിലൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കും വേണം. കുറേ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചെടുത്താണ്. പണ്ട് കാലത്തൊക്കെ ഇതൊരു വെറൈറ്റി ഒരു സാധനമാണല്ലോ അല്ലേ. നമ്മളിപ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു വെറൈറ്റി മോഡലാണ്. അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം മക്കളോടൊക്കെ പറയുമ്പോൾ ഗോതമ്പച്ചോറോ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് കേട്ടോ. ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഉപ്പ് ഇടരുത്. ഒരു മധുരം ബാലൻസ് ചെയ്യാൻ നമുക്കറിയാമല്ലോ. നമ്മളിതിൽ ശർക്കര ഒഴിക്കുന്നതിനെ കൊണ്ട് തന്നെ ഇതിന് മധുരമാണ് വേണ്ടത്. അപ്പം അതിന് ഭാഗമായിട്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കാണാം. മോണിറ്റൈസേഷൻ എങ്ങനെ പോയി, കുറച്ച് സൗണ്ട് കുറവുണ്ട് എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടോ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ കുക്കർ നല്ല അടച്ചിട്ട് അത് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വെന്തതിന് ശേഷം മാത്രമാണ് ശർക്കര വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. അതിന് മുന്നേ ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ചാൽ ഗോതമ്പ് വേവൂല കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് കാണുന്നതിനിടയിൽ തന്നെ പെട്ടെന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കിക്കളേണ്ടി. അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. എന്നാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അപ്പോൾ നമുക്കിനി അതിലേക്ക് കുറച്ച് ശർക്കര വേണമല്ലോ. അപ്പോൾ ഞാനൊരു 3-4 ശർക്കര ഇട്ടോ. അതുപോലെയുള്ളത് ഒരു 3-4 തോന്നുന്നു ഇട്ട്. നല്ല മധുരമാകുമ്പം ചിലർക്ക് മധുരം ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് എത്ര വേണമെങ്കിലും ഇടാം, അത് നമ്മളെ ഇഷ്ടമാണ്. ഞാനൊരു 4 ശർക്കര ഇട്ട് കേട്ടോ. ഈ 4 ശർക്കര ഇട്ടിട്ട് അതൊന്ന് ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുക. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ 4000 വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബറും ആയാൽ കാശ് കിട്ടും പറഞ്ഞല്ലോ. അത് പെട്ടെന്ന് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലുമില്ല കേട്ടോ, പെട്ടെന്ന് കിട്ടുമൊന്നുമില്ല. പക്ഷേ നമുക്ക് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയാൽ തന്നെ
അതിന് $100 നമ്മളെ ആഡ്സെൻസിൽ $100 ആവണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ബാങ്കിലേക്ക് വരിക. അപ്പോൾ നമ്മളെ ശർക്കര അവിടെ മെൽറ്റായി, ഗോതമ്പ് ഇവിടെ വെന്തു. പക്ഷെ ഇത് കുറച്ച് വേവ് കുറവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അത് തിളച്ചിങ്ങനെ പൊന്തിപ്പോൾ കുറേ വെള്ളമൊക്കെ പോയി. അപ്പോൾ ഇങ്ങനെ വെന്തതിന് ശേഷമാണ്, നന്നായി വെന്തോട്ടെ, വെന്തതിന് ശേഷം ഇതുപോലെ മെൽറ്റ് ചെയ്ത ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ഒരു തേങ്ങയാണ് കേട്ടോ അതിലേക്ക് വേണ്ടത്. തേങ്ങ എത്രത്തോളം ഇടുന്ന അത്രത്തോളം ടേസ്റ്റ് കൂടും. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള തേങ്ങയൊക്കെ ചിരകി ഇതിലേക്ക് ഇട്ടെടുത്തിക്കണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തേങ്ങയും ശർക്കരയും ഗോതമ്പും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ലെവലാവണ്ടേ, അങ്ങനെ ചെയ്തെടുക്കുക. വലിയ പണിയൊന്നുമില്ല. ഒരു 3-4 മണിക്കൂർ ഗോതമ്പ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം വെള്ളത്തിലിടാൻ. അതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്യുക. എന്നിട്ട് ഉമ്മി പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് കഴുകുക. ഇനി നമ്മൾ പഴയ ആളുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മുറത്തിലിട്ടിട്ടൊന്ന് ചേറിയാലും മതി. പക്ഷെ അതിന് വെള്ളം ഊറ്റിയെടുത്തിട്ട് വേണം അത് ക്രഷ് ചെയ്യാനായിട്ട്. ഞാൻ ആ വെള്ളം എടുത്തിട്ട് പിന്നെ അങ്ങനെ ഊറ്റാനൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ അത് നനവ് പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്കിങ്ങനെ ചേറാൻ കഴിയില്ല. എന്നിട്ട് ഈ ഒരു സംഭവം വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അത് അതിലേക്ക് ഇട്ടെടുക്കുക. ഈ നെയ്യ് നന്നായി ചൂടായതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചുവന്നുള്ളി ഇട്ടെടുക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക. ഇട്ടാലൊരു ടേസ്റ്റുമാണ്, മാത്രമല്ല നല്ല ഹെൽത്തിയുമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഗോതമ്പ് ചോറ്. നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഗോതമ്പ് ചോറിൻ്റെ റെസിപ്പി. നമ്മൾ പഴയ കാലത്ത് ഗോതമ്പ് ചോറ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ഞാനിങ്ങനെ നോക്കിയപ്പോൾ സിമ്പിളാണ്. ഒരു 4 മണിക്കൂർ വെള്ളത്തിലൊന്ന് നല്ലോണം കഴുകിയിട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് ഊറ്റിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്യുക. പിന്നെ അതുപോലെ വേവിക്കുക. വെന്തതിന് ശേഷം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. വേകുന്ന മുന്നേ ശർക്കരപ്പാനി ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.